പറഞ്ഞു വാവയുടെ ഹാർട്ട് ബീറ്റ് കാണിക്കണില്ല എന്ന് പറഞ്ഞു. മീൻസ് ടയേർഡായി ലാസ്റ്റ് വൊമിറ്റ് ചെയ്ത് ബ്ലഡാണ് വന്നിരുന്നത്. അതൊക്കെ നമ്മളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഓർമ്മയുണ്ട് കിച്ചു ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് നേരെ ഞങ്ങൾ പോണത്, ചേട്ടൻ ഡ്രസ്സ് പോലും മാറിയിട്ടുണ്ടാവില്ല ചില സമയത്ത്. നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഈ മൊത്തം ബ്ലൂ കളറായിരുന്നു. ബ്ലൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് ബ്ലൂ ആയിട്ട് ഇങ്ങനെ ഫുള്ള് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ കുത്തു. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. ഇനി ബ്ലീഡിങ് ആണോ എന്ന് ഓർത്തിട്ട് പറ്റിയില്ലെങ്കിൽ നമുക്ക് സർജറി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്. എൻ്റെ ഡെലിവറി വ്ളോഗിൻ്റെ ലാസ്റ്റ് ഞാനിങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം കരഞ്ഞിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്ത ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ ഹാർട്ട് ടച്ചിങ്, അതുപോലെ തന്നെ അവർക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നെ അറിയാവുന്നവർക്ക്, വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്നവർക്ക് മാത്രമാണ് ഞാൻ എൻ്റെ പ്രഗ്നൻസി എങ്ങനെയായിരുന്നു എന്ന് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ ഒരുപാട് നാൾ യൂട്യൂബിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 9 മാസത്തോളം ഞാൻ യൂട്യൂബിലൊന്നും തന്നെ ഇട്ടിട്ടില്ല. കാരണം ആ സമയത്ത് ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ വളരെയധികം, കുറേ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നിട്ടാണ് എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവനെ കിട്ടിയിട്ടുള്ളത്. ശാരീരികമായിട്ടും മാനസികമായിട്ടും കുറേ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ്റെ ഇടയിലാണ്. അപ്പോൾ ഞാൻ വടം വലിക്കുന്നതിൻ്റെ ഇടയിൽ വീണിരുന്നു. പക്ഷെ നമുക്കറിയില്ലായിരുന്നു പ്രഗ്നൻ്റ് ആണെന്ന്. അതിനുശേഷം ഞങ്ങൾ അടുത്ത മത്സരത്തിനായിട്ട് ചാക്ക് ഓട്ടം വേണം എന്ന് പറഞ്ഞിട്ട് ചാക്ക് വാങ്ങിക്കാനായിട്ട് റേഷൻ കടയിൽ പോണ വഴിക്ക് ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് ഈ ടെസ്റ്റ് കിറ്റ് വാങ്ങാം. ദൈവം തോന്നിച്ചതായിട്ട് തന്നെ ഞാൻ വിചാരിക്കണം. ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. വെറുതെ ഒരാവശ്യം ഉണ്ടായില്ല, ഞാൻ ജസ്റ്റ് വാങ്ങിപ്പിച്ചു. എന്നിട്ട് എനിക്ക് അപ്പം തന്നെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കണം എന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു നിനക്ക് വട്ടാണ്, നോക്കിയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ ചാക്കായിട്ട് തറവാട്ടിലേക്ക് പോയി. ആ സമയത്ത് കിച്ചു ചേട്ടൻ വീട്ടിൽ നിന്നിട്ട് എന്നെ വിളിച്ചുകൂടി വന്നേന്ന് പറഞ്ഞ് വിളിച്ചു. ചേട്ടൻ ഇത് പൊട്ടിച്ചിട്ടാണ് വിളിച്ചത്. അതും ചേട്ടന് ചിലപ്പോൾ ദൈവം തോന്നിച്ചതായിരിക്കാം. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയപ്പോൾ 2 വര. അപ്പം ഞങ്ങൾ രണ്ടുപേരും എന്താണിത്, ആണോ എന്നെ അറിയണ്ട ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു 2 വര, ഞങ്ങൾ ഇതിനു മുമ്പ് കോവിഡ് ടെസ്റ്റിന് ഇങ്ങനത്തെ 2 വര കണ്ടിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ 2 എന്ന് പറഞ്ഞു. അതിൽ ഞങ്ങൾ ടെസ്റ്റ് കിറ്റ് ഒന്ന് നോക്കിയിട്ട് ഇത് എന്ത് ടെസ്റ്റ് കിറ്റാണെന്ന് ചുമ്മാ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നോക്കി. ഞങ്ങൾ രണ്ടുപേരും ആ സമയത്ത് സന്തോഷമായിട്ട് ഞങ്ങൾ പിന്നെ തറവാട്ടിലേക്ക് തന്നെ പോയി. ചാക്കിലോട്ടം എന്നുള്ള മത്സരം ഞങ്ങൾ അവിടെ വെച്ച് നിർത്തി. ചാക്ക് മത്സരം ഞങ്ങൾ തറവാട്ടിലേക്ക് പോയി. അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ ചാക്കിലോടും വീഴും, എന്തെല്ലാം ബുദ്ധിമുട്ട് വേറെ ഉണ്ടാവും അല്ലേ. അത് ശരിക്കും ദൈവം നമ്മൾക്ക് രണ്ടുപേർക്കും തോന്നിച്ചതാണ്. അതിനുശേഷമാണ് നമ്മൾ വീട്ടിലൊക്കെ പറയുന്നത്. ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞ് വീട്ടിലൊക്കെ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ഡോക്ടറുടെ. അപ്പോൾ ഡോക്ടറിനെ പോയി കണ്ട് ഫസ്റ്റ് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഡോക്ടർ. 5 വീക്സ് ഒക്കെ ആയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്കാൻ ചെയ്യാൻ വേണ്ടി ഭയങ്കര സന്തോഷത്തിൽ കയറുവാണ്. എനിക്ക് ഇച്ചിരി ടെൻഷനും ഉണ്ട്. കാരണം ആദ്യത്തെ സ്കാൻ എന്ന് പറയുന്നത് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രാൻസ്വാജൈനൽ സ്കാനാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ കയറി. എന്നാൽ സന്തോഷമുണ്ട്, വാവേനെ കാണാമല്ലോ. വാവയായിട്ടില്ലെങ്കിൽ ആ ഒരു തുടിപ്പ് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കയറുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും അവർ പറഞ്ഞു വാവയുടെ ഹാർട്ട് ബീറ്റ് കാണിക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇത്തിരി ടെൻഷനായി. എന്നിട്ട് ഡോക്ടറിനെ കയറി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു സാരമില്ല, നമുക്ക് ഒരാഴ്ചയും കൂടി നോക്കാം, അടുത്ത ആഴ്ച എന്തായാലും ഹാർട്ട് ബീറ്റ് വരണം, അപ്പോൾ ഒരു 6 വീക്സ് ഒക്കെ കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഞങ്ങളുടെ മുഖത്തുണ്ട്. ഞങ്ങൾ പരസ്പരം നോക്കി, പക്ഷെ ഞങ്ങൾ രണ്ടുപേരും മുഖത്ത് വിഷമമൊന്നും കാണിക്കണില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ ലുലു പോയി. പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോൾ ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങുമല്ലോ നമ്മൾ. നട്ട്സൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അപ്പം നട്ട്സും മെയിൻലി കിച്ചു ചേട്ടന് വാൾനട്ട് വേണം എന്ന് പറഞ്ഞു. വാൾനട്ട് ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് അത്യാവശ്യമുള്ള അറിയുമെന്ന് പറഞ്ഞ് തന്നെ വാൾനട്ടൊക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ പോയി. ലുലു പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് വീട്ടിലേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ ഫോളിക് ആസിഡൊക്കെ തുടങ്ങി. ആ സമയത്ത് ഒരു ദിവസം 2 ദിവസം ഹോസ്പിറ്റലിൽ പോയി. 2 ദിവസം കഴിഞ്ഞ് പിന്നെ ചേട്ടൻ എനിക്ക് വാൾനട്ട്, ചേട്ടൻ ലീവുള്ള ദിവസമാണ്,
ഞാൻ അത്ര ദിവസം വാൾനട്ട് കഴിച്ചില്ല. അപ്പോൾ എന്തായാലും വാൾനട്ട് കഴിക്കണം ഡയറി എന്ന് പറഞ്ഞ് എനിക്ക് വാൾനട്ട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നോട് പറഞ്ഞു, ചേട്ടനെ മിക്സിയിൽ പൊടിച്ചിട്ട് ഉരുട്ടിത്തരാം, വെള്ളം ഒഴിച്ചങ്ങ് വിഴുങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ മിക്സിയിൽ അടിച്ച് എനിക്ക് ഉരുട്ടിക്കൊണ്ട് വന്ന് ഞാൻ വെള്ളം വെച്ച് വിഴുങ്ങി. അപ്പം തന്നെ ഞാൻ വൊമിറ്റ് ചെയ്തു. ആ വൊമിറ്റിങ് എനിക്ക് 9 മാസവും ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നല്ല വൊമിറ്റിംഗ് ആയിരുന്നു. എനിക്ക് ആദ്യം അങ്ങനത്തെ ഒരു പ്രശ്നമാണ് തുടങ്ങിയത്. വൊമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പോലും വായ തുറക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ എങ്ങനെയായിരുന്നു, എൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയായിരുന്നു അത് പയ്യെ മാറി തുടങ്ങി. എല്ലാവരോടും എനിക്കൊരു ദേഷ്യം, ഒരു വിഷമം, ആരോട് സംസാരിക്കാൻ ഇഷ്ടമല്ല, മിണ്ടാൻ ഇഷ്ടമല്ല, എനിക്കാരെയും കാണാൻ ഇഷ്ടമല്ല. ഞാൻ എല്ലാവരെയും ഭയങ്കരമായിട്ട് കണ്ടിരുന്ന അല്ലെങ്കിൽ സംസാരിച്ചിരുന്ന ഒത്തിരി ഞാൻ സംസാരിക്കുമായിരുന്നു, അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് പതുക്കെ ആരോട് സംസാരിക്കാതെ ഒരു മൂലയ്ക്ക്, നമുക്ക് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ പറ്റി അറിയാമെങ്കിലും അതിന് മുന്നേ എനിക്കങ്ങനെയായിരുന്നു. നമ്മളെല്ലാം കാണുന്ന എല്ലാ പ്രഗ്നൻസിയും ഒരുപോലെയല്ല. എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ച ഒത്തിരി പേരുണ്ടാവും. പക്ഷെ എനിക്കിത് ആദ്യമായിട്ടാണല്ലോ, അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. വൊമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എങ്ങനെ പറഞ്ഞു തരണമെന്ന്. അത്രത്തോളം ഞാൻ മീൻസ് ടയേർഡായി. ലാസ്റ്റ് വൊമിറ്റ് ചെയ്ത് ബ്ലഡാണ് വന്നിരുന്നത്. അത്രത്തോളം വൊമിറ്റിംഗ് ആയിരുന്നു എനിക്ക്. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഫുഡെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ട്രോമയാണ്. ഭക്ഷണം കഴിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു വൃത്തിയായിട്ട് ചോയാണ് എൻ്റെ വായിൽ വന്നിരുന്നത്. എനിക്ക് ഒന്നും തന്നെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വാവയ്ക്ക് വേണ്ട ഫോളിക് ആസിഡ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഫോളിക് ആസിഡ് കഴിക്കേണ്ടത് നമ്മൾ പ്രഗ്നൻ്റ് ആവാൻ പ്ലാൻ ചെയ്യുന്ന നാൾ മുതൽ നമ്മൾ ഫോളിക് ആസിഡ് ശരിക്കും പറഞ്ഞാൽ കഴിച്ചു തുടങ്ങണം. നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, നമ്മൾ പെട്ടെന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഡോക്ടറാണ് ഫോളിക് ആസിഡ് തന്നത്. നമുക്കറിയാം ഫോളിക് ആസിഡിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മളുടെ ഫീൽഡും ആയിട്ട് ബന്ധപ്പെട്ടും ഫുഡ് എന്തൊക്കെ കഴിക്കണം എല്ലാം എനിക്കറിയാം. പക്ഷേ എൻ്റെ വാവയ്ക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ ഒരു സ്ട്രിപ്പ് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും എനിക്കറിയില്ല. വെള്ളം കഴിക്കാൻ പറ്റായികയെന്ന് വെച്ചാൽ അതിന് പോലും എനിക്കൊരു ഗുളിക എൻ്റെ വായിൽ വെച്ച് അത് ഇറക്കാനായിട്ട് വെള്ളം പോലും എനിക്ക് കുടിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഡോക്ടർ എനിക്ക് മൗത്ത് ഡിസോൾവിങ് ടാബ്ലറ്റ്സ് തന്നു. അതൊക്കെ വായിലേക്ക് വെക്കുന്നു, ഇറക്കുന്നു, ഞാൻ ഉടനെ വോമിറ്റ് ചെയ്യുന്നു. ഒന്നും എൻ്റെ വയറ്റിൽ തങ്ങുന്നില്ല. പിന്നെയാണ് നമ്മൾ യൂറിൻ അസെറ്റോൺ എന്ന് പറഞ്ഞൊരു സാധനം ചെക്ക് ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അത് 1+, 2+, 3+, 4+ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ വാവയ്ക്ക് ഫുഡൊന്നും എത്തുന്നില്ല, അവന് വേണ്ട കാര്യങ്ങളൊന്നും എത്തുന്നില്ല എന്നാണ് ഈ യൂറിൻ അസെറ്റോൺ പോസിറ്റീവ് ആകുമ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എപ്പോൾ ചെക്ക് ചെയ്യുമ്പോഴും അത് 1, 2, 3 ഒക്കെയാണ്. അങ്ങനെ തന്നെ ഡോക്ടർ പതുക്കെ നമ്മളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഞാൻ ഹോസ്പിറ്റലിലാണ്, എൻ്റെ ലൈഫ് സ്റ്റൈലേ ചേഞ്ച് ചെയ്യാണ്. ഫുള്ള് ഹോസ്പിറ്റലിലാണ് നമ്മളുള്ളത്. ഡോക്ടറിനെ കാണാൻ കയറുന്നതിന് മുമ്പ് എനിക്ക് മറ്റേ പരീക്ഷയ്ക്കൊക്കെ റിസൾട്ട് വന്നെ കാത്തിരിക്കണ പോലെ ഞാൻ ജസ്റ്റ് യൂറിൻ കൊടുക്കുന്നു. അപ്പം തന്നെ അവിടെ നിന്ന് മറ്റേ pH നോക്കിയിട്ട് പറയുന്നു അസെറ്റോൺ പോസിറ്റീവാണ്, 1+ ഉണ്ട്, 2+ ഉണ്ടെന്ന് പറയുന്നു. ഡോക്ടർ നേരെ എന്നെ അഡ്മിറ്റ് ചെയ്യുന്നു, ഡ്രിപ്പ് ഇടുന്നു. ഇത് തന്നെയായിരുന്നു. ഈ വെള്ളത്തിന് ആസിഡിൻ്റെ ടേസ്റ്റായിരുന്നു. നമ്മുടെ വായുടെ ടേസ്റ്റൊക്കെ മാറിയിട്ട് വെള്ളത്തിന് ആസിഡിൻ്റെ ചൊവ്വയാണ്. അത് പ്രഗ്നൻ്റ് ആയവരിൽ കുറേ പേരിൽ അത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് വന്നപ്പോഴാണ് നമ്മൾ അറിയണം. എൻ്റെ വീട്ടിലാർക്കും ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അപ്പം അത് തന്നെയാണ് എനിക്കെന്ന് വിചാരിച്ചാണല്ലോ ഞാൻ ഇരിക്കുന്നത്. പക്ഷേ അല്ലായിരുന്നു, വളരെ ഓപ്പോസിറ്റായിട്ടാണ് എനിക്കെല്ലാം സംഭവിച്ചത്. പിന്നെ അങ്ങനെ ഹോസ്പിറ്റലെന്ന് പറയുമ്പോൾ ഞാൻ ആസ്റ്ററിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ പ്രാവശ്യവും അവിടെ അഡ്മിറ്റ് ആകുമ്പോൾ നിങ്ങൾക്കറിയാം നല്ലൊരു ബില്ല് തന്നെ ഞങ്ങൾക്ക് വരുമായിരുന്നു. എപ്പോഴും നമുക്കൊരു 18,000, 19,000, 20,000 അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബില്ല് പോയിക്കൊണ്ടിരുന്നിരുന്നത്. പിന്നെ ഡേ കെയർ കാഷ്വാലിറ്റിയിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യും, അപ്പോൾ ഒരു 5,000, 6,000. എന്നാലും അവിടെ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ആകുമ്പോൾ നമുക്ക് പരിമിതമായിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ. ഏകദേശം ഒരു 2 ലിറ്ററൊക്കെ നമുക്ക് കയറ്റാൻ പറ്റുള്ളൂ. എനിക്ക് മിനിമം 3 liters per day ആയിരുന്നു എൻ്റെ RLൻ്റെ കണക്ക്. അങ്ങനെ നമ്മൾ പതുക്കെ ഡോക്ടറിനോട് തന്നെ പറഞ്ഞിട്ട് നമ്മൾ അടുത്തുള്ള ക്ലിനിക്കുകളിലും ഹോസ്പിറ്റലുകളിലേക്കും മാറ്റാൻ തുടങ്ങി. അതായത് IV മാത്രം, ഡ്രിപ്പ് ഇടാൻ വേണ്ടി മാത്രം. എന്നെ ഇവിടുന്ന് പപ്പയമ്മ ഉച്ചയാകുമ്പോൾ കൊണ്ടുപോകുന്നു. നമ്മുടെ അടുത്തുള്ള
ക്ലിനിക്കിൽ പോയിട്ട് ട്രിപ്പ് ഇടുന്നു, വീട്ടിലേക്ക് വരുന്നു, വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് വരും. അപ്പോഴും എനിക്ക് ഒരു കുപ്പി, അതായത് 1/2 ലിറ്റർ എനിക്ക് കയറ്റാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് മാറി, അടുത്തുള്ള ഹോസ്പിറ്റലിൽ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കിച്ചു ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് നേരെ ഞങ്ങൾ പോണത്, ചേട്ടൻ ഡ്രസ്സ് പോലും മാറിയിട്ടുണ്ടാവില്ല ചില സമയത്ത്, നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, ട്രിപ്പ് ഇടുന്നു, അതിന് ഇടുന്നു. വെളുപ്പിന് പിറ്റേ ദിവസം വെളുപ്പിനൊക്കെയാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഓരോ മാസവും എനിക്ക് ഓരോ അസുഖങ്ങളായിരുന്നു. ആക്ച്വലി അസുഖങ്ങളൊന്നും പറയാനില്ല, എനിക്ക് വരാത്തതായിട്ട് ഒന്നും ഉണ്ടായി. അങ്ങനെയൊക്കെ എൻ്റെ കയ്യിൽ കുത്താത്തൊരു സ്ഥലം പോലും ഇല്ല. എൻ്റെ വെയിൻസിനൊക്കെ, വെയിൻ എന്ന് പറഞ്ഞാൽ വളരെ നാരോ ആയിട്ടുള്ള വെയിനാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ വെള്ളം കുടിക്കാത്തതുകൊണ്ട് നമുക്ക് വെയിൻ കിട്ടില്ല കുത്താനായിട്ട്. അങ്ങനെ എന്നെ 4 പ്രാവശ്യമെങ്കിലും മിനിമം കുത്തിയാലാണ് വെയിൻ കിട്ടുക. എൻ്റെ കൈ മൊത്തം ബ്ലൂ കളറായിരുന്നു. ബ്ലൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് ബ്ലൂ ആയിട്ട് ഇങ്ങനെ ഫുള്ള്, ഒന്നില്ലെങ്കിൽ ഇങ്ങനെ കുത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ ബ്രൂസസ് പോലെ ബ്ലൂ കളറായിരുന്നു. എന്നെ എപ്പോഴും കിച്ചു ചേട്ടൻ ഈ ഡ്രിപ്പ് ഇടാത്ത സമയങ്ങളിൽ എന്നെ എപ്പോഴും പപ്പയൊക്കെ പറയും കിച്ചു ചേട്ടനോട്, നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വാ എന്ന് പറയും. കാരണം എൻ്റെ മൈൻഡ് മാറാൻ തുടങ്ങി പതുക്കെ എന്ന് വെച്ചാൽ എനിക്ക് വളരെ ദേഷ്യവും ഒക്കെ ആയിട്ട് മൈൻഡ് മാറാൻ തുടങ്ങി. അങ്ങനെ എന്നെ എപ്പോഴും കിച്ചു ചേട്ടൻ എന്നെ പുറത്തൊക്കെ കൊണ്ടുപോകും. എന്നാൽ ഒന്നും കഴിക്കാനൊന്നും പറ്റില്ല, ജസ്റ്റ് ഇങ്ങനെ പുറത്തൊക്കെ പോകും. എനിക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വാങ്ങിക്കും, കഴിക്കും, അപ്പം തന്നെ വോമിറ്റ് ചെയ്യും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കിച്ചു ചേട്ടൻ്റെ ഓരോ പോക്കറ്റുകളിലും അമ്മ അലക്കാനിടുമ്പോൾ പറയും, കിച്ചുവിൻ്റെ പോക്കറ്റ് അമ്മ നോക്കാതെ ചിലപ്പോൾ ഇടുമ്പോഴേ കിറ്റ് ഇങ്ങനെ കിടന്ന് അടിക്കുന്നുണ്ടാവും എന്ന് പറയും. അത്രയും കിറ്റുകളായിരുന്നു ഞങ്ങൾക്ക്. കൈ എത്തണോടത്തൊക്കെ കിറ്റ്, എനിക്ക് എവിടെ കൈ എത്താൻ പറ്റും അവിടെയൊക്കെ കിറ്റുകളായിരുന്നു. വീട്ടിലാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, പുറത്തൊക്കെ പോകുമ്പോൾ കാറിൻ്റെ എൻ്റെ പപ്പ ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു സാധനമാണ് കാറ്. ആ കാറിൽ പോലും ഞാനിങ്ങനെ നിറച്ച് കിറ്റുകൾ വയ്ക്കും. പപ്പ എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അതേപോലെ എനിക്ക് ഓരോ മാസവും ഓരോ അസുഖങ്ങളായിരുന്നു. ആദ്യത്തെ മാസം എനിക്ക് തോന്നുന്നു പനിയായിരുന്നു. പനി വന്നു. നമുക്ക് ആൻറ്റിബയോട്ടിക്സ് ഒന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ല ഈ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ. അത് കഴിക്കാൻ പോലും എനിക്ക് പറ്റാത്തതുകൊണ്ട് അതും ഐവിയിൽ കൂടെ ആയിരുന്നു ഇട്ടിരുന്നതൊക്കെ. പിന്നെ പല്ലുവേദന, എനിക്കിപ്പോഴും സഹിക്കാൻ പറ്റാത്തൊരു വേദന പല്ലുവേദനയായിരുന്നു. ഞാൻ രാത്രിയൊന്നും ഉറങ്ങിയിട്ടില്ല, എനിക്ക് വായ തുറക്കാൻ പോലും പറ്റണില്ല ഇങ്ങനെ വേദന. ഈ വായ തുറക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഞാൻ ഫുഡ് കഴിച്ചില്ലെങ്കിലും ഛർദ്ദിക്കണ ഒരാളായിരുന്നു. അതിന് വായ തുറക്കാൻ പറ്റണ്ടേ, അതിന് പറ്റുന്നില്ല. അത്രയും പോലും ഞാൻ കിച്ചനോട് ഇതില് എന്താ ചേട്ടാ എനിക്കെന്താ ഇങ്ങനെ ഈ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ എനിക്ക് ഇവരോടൊക്കെ ചോദിക്കാം. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, വേറെ ഒന്നും ഞാൻ പറയാറില്ല ഇവിടെ. പപ്പയും അമ്മയും ചേട്ടനൊക്കെ വിഷമിച്ച പോലെ ഇത്രയും നാൾക്കിടയിൽ ഞാൻ കണ്ടിട്ടില്ല ഇവരാരും ഇങ്ങനെ വിഷമിക്കണം. കിച്ചു ചേട്ടൻ്റെ കോലം കാണുമായിരുന്നു ക്ഷീണിച്ചിട്ടേ. എന്നെ പോലെ തന്നെ ഞാൻ ക്ഷീണിക്കാൻ തുടങ്ങി, അതിൻ്റെ കൂട്ടത്തിൽ വീട്ടുകാരെ ക്ഷീണിക്കാൻ തുടങ്ങി. അമ്മ പപ്പ ഇവർക്കൊക്കെ ടെൻഷനാ ഫുള്ള്. ഞാൻ രാവിലെ എണീക്കണത് ഓർക്കുമ്പോൾ തന്നെ ഇവർക്കൊക്കെ ടെൻഷൻ. അതിനേലും വലിയ ട്രോമയാണ് എനിക്ക്. രാവിലെ ആവല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ കിടക്കണ ഒരു ഇതുണ്ടായി, ഉറങ്ങാൻ പറ്റില്ല. വെളുപ്പിന് 3 മണി 4 മണി വരെ ഞാനിങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് എനിക്ക് മെയിനായിട്ട് സംഭവിച്ചത് എൻ്റെ ഒരു 4-ാമത്തെ മാസത്തിൽ 3-ാമത്തെ മാസത്തിൽ എനിക്കൊരു വേദന വന്നു. അത് പറയാൻ എനിക്കൊരു മടിയില്ല, കാരണം മിക്ക പ്രഗ്നൻസിയിലും അത് വരാൻ സാധ്യതയുണ്ട്. എല്ലാവരും ചിലപ്പോൾ വീട്ടുകാരോട് പറയണമെന്നില്ല, എല്ലാവർക്കും ചിലപ്പോൾ പറയുമായിരിക്കും. നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഹെമറോയിഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമ്മുടെ ഏനസിൻ്റെ ഭാഗത്ത് ഒരു ഗ്രോത്ത് പോലെ പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ അത് വീർത്തിരിക്കും. നമ്മൾ അത് വയറിലുണ്ടാവുന്ന പ്രഷർ കൊണ്ട് സംഭവിക്കുന്നതാണ്. നമ്മുടെ വയറ് വലുതാവുകയല്ലേ, അല്ലെങ്കിൽ ബേബി അകത്തുള്ളതുകൊണ്ട് അതിൻ്റെ ഓർഗൻസൊക്കെ ഇങ്ങനെ, നമ്മുടെ ഓർഗൻസൊക്കെ ഇങ്ങനെ കംപ്രസ് ആയാണ് വയറിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വരാൻ സാധ്യതയുള്ളൊരു സാധനമാണ് ഹെമറോയിഡ്സ്. അപ്പോൾ എനിക്ക് അതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. 3 ദിവസം 4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ജസ്റ്റ് ഒന്ന് നോക്കുമോ, എനിക്ക് ഭയങ്കര ഒരു പെയിൻ ഉണ്ടെന്നാണ്. വേദനയെന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത പോലത്തെ വേദനയാണ്. ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാനിങ്ങനെ കമന്ന് കിടക്കും, ഫുൾ ടൈം കമന്ന് കിടക്കും. അപ്പം ഏത് നേരം ഞാൻ കിടക്കണേ. അപ്പം അമ്മ വന്നതിനോടേക്ക് എന്താടി നീ ഇങ്ങനെ കിടക്കണത്? ഞാൻ പറയില്ല ഒന്നുമില്ല അമ്മ ഒന്നുമില്ല എന്ന് പറയും. ഞാൻ സത്യത്തിൽ വേദന, എന്നിട്ട് അവർ പോയി കഴിയുമ്പോൾ ഞാൻ തിരിഞ്ഞിരുന്ന് കരയും.
അങ്ങനെയായിരുന്നു. പക്ഷെ ഒരു ദിവസം എനിക്ക് സഹിക്കാൻ പറ്റാതെ ഇപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒരു പിങ്ക് കളറായിട്ടിരിക്കണം. അങ്ങനെ തന്നെ ചേട്ടൻ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവരെനിക്ക് അവിടെ ഡോക്ടർ എനിക്ക് ഹെമറോയിഡ്സ് ആണെന്ന് പറഞ്ഞ ഒരു ക്രീം തന്നു. എനിക്കത് വർക്ക് ചെയ്തില്ല. എനിക്കത് കൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ടായില്ല. പക്ഷെ പതുക്കെ ഗ്രാജുവലി എനിക്ക് ആ വേദന മാറി. അതിനുശേഷം എനിക്ക് 6 മാസം കഴിഞ്ഞ് 7-ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ എനിക്ക് ഇതുപോലെ തന്നെ പെയിൻ വന്നു. ആ സമയത്താണ് എനിക്കിങ്ങനെ ഒരു ബ്ലഡിൻ്റെ ഇതുപോലെ ഞാൻ കാണുന്നത് ബാത്റൂമിൽ പോയപ്പോൾ. അപ്പം ഞാൻ പെട്ടെന്ന് പേടിച്ചു. ഇനി ബ്ലീഡിങ് ആണോ എന്ന് ഓർത്തിട്ട് പേടിച്ചു. അപ്പോഴേക്കും നമ്മൾ നോക്കിയപ്പോഴേക്കും എനിക്കത് ഇങ്ങനെ ഇതിൽ നിന്ന് തന്നെ മോശം പാസ് ചെയ്യണമല്ല, അവിടെ ഇങ്ങനെ പൊട്ടിയിരിക്കണ പോലെ പെയിനും വേദനയും അതുപോലെ തന്നെ ബ്ലഡും കണ്ടു. ബ്ലഡ് കണ്ടിട്ട് ഞാൻ പേടിച്ചു പോയി. ആ സമയത്ത് ഞാനത് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അങ്ങനെ ഞാനത് സപ്രസ് ചെയ്ത് വെച്ചിട്ട് സർപ്രൈസ് ആയിട്ട് ഒരു ദിവസം കിച്ചുചേട്ടന് ദൂരത്ത് മലപ്പുറത്ത് ഡ്യൂട്ടി വന്നപ്പോൾ എനിക്ക് പേടിയായി, എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് പേടിയായിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഒന്ന് നോക്കുമോ എന്ന് ചോദിച്ചു. ഏതിനും ഒട്ടും സഹിക്കാൻ പറ്റാതെ എപ്പോഴാണ് ഞാൻ ചേട്ടനോട് പറയുന്നത്. അപ്പം ഞാൻ സാധാരണ ഒരുമാതിരി ഞാൻ ഒട്ടും വേദന സഹിക്കാത്ത ഒരാളായിരുന്നു. അവിടെ നിന്ന് വേദനയെല്ലാം സഹിക്കാൻ എന്നെ പഠിപ്പിച്ചത് ചെക്കനാണ്. നോക്കിയിട്ട് എന്നെ അപ്പം തന്നെ കിച്ചുചേട്ടൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു ഇത് ഹെമറോയിഡ്സ് ആണ്, നമുക്ക് നോക്കാം, ഒരു 2 ദിവസം നോക്കാം, പറ്റിയില്ലെങ്കിൽ നമുക്ക് സർജറി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ സർജറി എനിക്ക് പേടിയപ്പോൾ സർജറിയുടെ കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ ആ സമയത്ത് തന്നെ പറഞ്ഞു. കാരണം പ്രഗ്നൻ്റ് ആണ്, ഓൾമോസ്റ്റ് 7 മന്ത്സ് കഴിഞ്ഞു. അപ്പോൾ 7 മന്ത്സ് കഴിഞ്ഞുകൊണ്ട് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത്. നോക്കട്ടെ, ബേബീനെ ശ്രദ്ധിക്കണം ആ സമയത്ത്, അപ്പോൾ കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിട്ടത്. അപ്പോൾ പിറ്റേ ദിവസം എനിക്ക് വീണ്ടും വേദന എടുത്തിട്ട് ഓടി. ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണാൻ വെയിറ്റ് ചെയ്യാൻ പോലും എനിക്ക് ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റുന്നില്ല. അത്ര വേദന എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞറിയിക്കാനറിയില്ല, അങ്ങനത്തെ വേദനയായിരുന്നു എനിക്ക്. ഞാൻ അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കണമായിരുന്നു. അങ്ങനെ ഇന്ന് അവർ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഡോക്ടറിനെ കയറി കാണിച്ചു. ഡോക്ടർ അഡ്മിറ്റ് ചെയ്തു, തന്നെ സർജറി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. റൂമൊക്കെ ആയത് നമ്മൾക്കൊരു 12 മണിയൊക്കെ ആയപ്പോഴാന്ന് തോന്നുന്നു റൂമായത്, ഉച്ചയ്ക്ക് അഡ്മിറ്റ് ആയിട്ട്. അപ്പോഴേ തന്നെ ഡ്രിപ്പൊക്കെ ഇടുന്നുണ്ടായിരുന്നു, കാരണം ഫുഡ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഡ്രിപ്പെല്ലാം ഇടുന്നുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ഛർദ്ദിക്കാതിരിക്കാനുള്ള മെഡിസിൻസും തരുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് കേൾക്കണമുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ എനിക്ക് ഒട്ടും വൈകിയായിരുന്നു. ഫുഡ് കഴിക്കാത്തതുകൊണ്ട് പിന്നെ വോമിറ്റ് ചെയ്യാതെ പിടിച്ച് നിൽക്കും. അങ്ങനെ വെളുപ്പിന് നമുക്ക് NPO സ്റ്റാർട്ട് ചെയ്യുമല്ലോ, അതിന് മുമ്പ് 2 കഷ്ണം ഉണക്ക ബ്രെഡും തന്നെ എന്നെ അവിടെ ഇരുത്തിയിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്കായിട്ടും 3 മണിയായിട്ട് എന്നെ സർജറി ചെയ്യാൻ വേണ്ടി വിളിക്കണില്ല. ഞാൻ പ്രഗ്നൻ്റ് ആണ്, എനിക്ക് NPO ആണ്, പിന്നെ നമ്മൾ വേറെ ഒന്നും ഡ്രിപ്പ് പോലും എനിക്ക് കയറ്റണില്ല. അവർ വാവയുണ്ടല്ലോ, അവന് നോക്കണമല്ലോ. അങ്ങനെ പിന്നെ കിച്ചുചേട്ടൻ അവിടെ ഒച്ചപ്പാടൊക്കെ എടുത്ത് എന്നെ പിന്നെ സർജറിക്ക് കൊണ്ടുപോയി. സർജറിക്ക് കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഉള്ളിൽ പല ബുദ്ധിമുട്ടുകളായിരുന്നു. എനിക്ക് ഞാൻ പറഞ്ഞു വാവ സേഫ് അല്ല എങ്കിൽ എനിക്ക് സർജറി വേണ്ട, ഞാൻ വേദന സഹിച്ചോളാം എന്ന് പറഞ്ഞു. ഇവരാരും സമ്മതിച്ചില്ല, വേദന സഹിക്കണ്ട, നമുക്ക് നോക്കാം, കുഴപ്പമില്ല. ഡോക്ടർ എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് ഡെലിവറി ആവാതിരിക്കാനുള്ള മരുന്ന് നമുക്ക് തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവനും ഇതും വീണു, ഡെലിവറി ആവാതിരിക്കാനുള്ള മരുന്ന് തരാമല്ലോ. അപ്പോഴും ഞാൻ ഓർക്കുന്നത് ഡെലിവറി ആവും, അപ്പോൾ അവനെ NICUയിൽ ഇടയിരിക്കും. ഡെലിവറി ആയാൽ ഇൻ കേസ് 90% അവർ പറയുന്നത് കുഴപ്പമുണ്ടാവില്ല. ബാക്കി 10% എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് 1000-1 സംഭവിക്കണ എല്ലാ കാര്യങ്ങളും എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ, ഇനി അതും കൂടെ ഉണ്ടാവുള്ളായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് ഞാൻ അതും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ ടെൻഷനൊന്നും കാണിച്ചില്ല. ഞാനിങ്ങനെ സർജറിക്ക് പോകുമ്പോൾ അത് തന്നെ ആലോചിക്കായിരുന്നു. അപ്പോൾ സർജറിക്ക് കയറ്റുന്നു, സാധാരണ ചെയ്യുന്ന പോലെയല്ല എനിക്ക് ചെയ്തത്. നമുക്ക് നട്ടലിൽ ഇഞ്ചക്ഷൻ തന്നിട്ടാണ്, അനസ്തേഷ്യ തന്നെയല്ലോ. അപ്പോൾ ആ സമയത്ത് ഇവൻ വയറ്റിലുള്ളതുകൊണ്ട് തന്നെ വളച്ചൊന്നും കിടത്താൻ പറ്റില്ല, ഇരുത്തിയെടുക്കണം. വാവയുടെ മൂവ്മെൻറ്റ്സ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. വാവ വയറ്റിലുള്ളതുകൊണ്ട് ഒരു പെർട്ടിക്കുലർ പോർഷൻ കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് മരവിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം വാവയുണ്ട്, അത് മെയിൻ കാര്യം. ലൈറ്റായിട്ട് തന്നെ മരവിപ്പിക്കാൻ പറ്റുള്ളൂ, ഭയങ്കരമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞാണെങ്കിലും പോസ്റ്റ് സർജറി ആണെങ്കിലും എനിക്ക് പെയിൻ കില്ലേഴ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല.
അങ്ങനെയൊക്കെ അറിയാം. എന്നാലും നമ്മൾ പോവാണ് സർജറിക്ക്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള അനക്കം ഇവൻ കുതിച്ച് ചാടുന്ന സർജറിയുടെ ഇടയിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, വാവ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞു അനങ്ങുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നല്ലോണം അനങ്ങുന്നുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു അത് നമ്മളിങ്ങനെ അബോഷൻ ഒന്നായി പോകാതിരിക്കാനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ നോക്കിയവരെ അബോഷൻ അപ്പോൾ ഡെലിവറി കോൺട്രാക്ഷൻസ് വരാതിരിക്കാനുള്ളതല്ലേ. അത് തന്നെ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പെട്ടെന്ന് ടെൻഷനായി. സർജറിയുടെ ഇടയിൽ നമ്മുടെ BP ഒക്കെ ഡൗൺ ആയിപ്പോയി. എനിക്ക് ആകെ മൊത്തം പ്രയാസമായിപ്പോയി. പെട്ടെന്ന് നമ്മളങ്ങനെ അബോഷൻ എന്നൊരു വാക്കൊക്കെ കേട്ടപ്പോഴേക്കും എനിക്ക് പേടിയായി. പിന്നെ ഞാൻ ഫുള്ള് ടെൻഷനിലായിരുന്നു. അങ്ങനെ എൻ്റെ BP ഒക്കെ കുറഞ്ഞു. എനിക്ക് ഓൾറെഡി അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ സർജറിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് സർജറി ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഡോക്ടേഴ്സിനെ മനസ്സിലായത് ഇത് ഹെമറോയിഡ്സ് ആയിരുന്നില്ല, ഫീഷേഴ്സ് ആയിരുന്നു. ഫീഷേഴ്സ് എന്ന് പറഞ്ഞാൽ അൺബെയറബിൾ ആയിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഒരു ഭാഗം ഇങ്ങനെ വിള്ളൽ വന്ന് പൊട്ടിപ്പൊട്ടിയിരിക്കുമായിരുന്നു എൻ്റെ. അങ്ങനെ അപ്പോൾ ആ വേദന ഭയങ്കരമായ വേദനയായിരുന്നു. അത് എനിക്ക് പറയാനറിയില്ല, അത്രത്തോളം വേദനയായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞാണെങ്കിൽ എനിക്ക് അത്രയും വേദന ചിലപ്പോൾ ഉണ്ടായി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് പെയിൻ കില്ലേഴ്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അവിടെ അങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞ് ഞാൻ കിടക്കുകയാണ്. അപ്പം എനിക്ക് കാണാൻ കിച്ചു ചേട്ടനാണ് കയറിയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭർത്താനോട് പറഞ്ഞ് അപ്പോൾ വാവ ഓക്കെയാണ്. നമ്മൾ സർജറി കഴിഞ്ഞിട്ട് 2 മണിക്കൂറാണ് 4 മണിക്കൂറാണ് ഇച്ചിരി ക്രൂഷ്യലാണ് എന്ന് പറഞ്ഞു. പെയിനൊന്നും വരാതിരിക്കേണ്ട. അപ്പോൾ ഗൈനക്കിന്ന് വന്ന് കാണുന്നുണ്ടായിരുന്നു. അനസ്തേഷ്യ ഡോക്ടർ എൻ്റെ ഒപ്പം ഫുൾ ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കി ഓക്കെ ആണെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ എന്നെ റൂമിലേക്കൊക്കെ മാറ്റി. ഞാൻ ആ സമയത്തും കുറേ വേദന സഹിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വേദന ഞാൻ സഹിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ടൈം UTI ആയിരുന്നു. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ മാറിയിട്ട് എനിക്കൊരു നേരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ സർജറിയുടെ കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. വീട്ടിലൊക്കെ വന്നു. വീട്ടിൽ വന്ന് പിന്നെ നമ്മൾ ഡ്രിപ്പ് ഇടണമല്ലോ. അതിന് മുമ്പ് തൊട്ട് നമ്മളൊരു 6 മാസമായപ്പോൾ മുതൽ ഞാൻ പതുക്കെ എൻ്റെ ഇത് ഹോസ്പിറ്റലിൽ നിന്ന് മാറി. കാരണം എനിക്ക് ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കിലും പോയി കിടന്നു എനിക്ക് മതിയായി. ഡെയിലി പോകുന്ന പോലെ നമ്മൾ പോവല്ലേ. എനിക്ക് മതിയായിട്ട് പതുക്കെ നമ്മൾ വീട്ടിലേക്ക് മാറ്റി ഡ്രിപ്പ് ഇടാനും എന്തെങ്കിലും ഒരു നഴ്സ് വരും നമ്മുടെ വീട്ടിൽ. അല്ലെങ്കിൽ നമ്മൾ പോയി ഇടുകയാണ് ചെയ്തിരുന്നത്. IV ഇതിടും, ബട്ടർഫ്ലൈ ക്യാനിൽ കുത്തിയിട്ട് നമ്മൾ പപ്പയില്ലെങ്കിൽ ചേട്ടൻ അങ്ങനെ ഈ വീട്ടിൽ വരുമ്പോൾ തിരിച്ചെന്ന് കാണുന്ന പോലെ എങ്ങനെ നോക്കിയാൽ ചാനല് റീസോർട്ട് പിന്നെ അതുപോലെ തന്നെ RLൻ്റെ ബോട്ടിൽസുമായി അതൊക്കെ അങ്ങനെയായി ഈ വീട്. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലെന്ന് പറയുമ്പോൾ നമുക്ക് 3 ലിറ്ററൊക്കെ എങ്ങനെ വന്നാലും ഇടാൻ പറ്റും. പക്ഷെ എൻ്റെ കൈ ഉടനെ ബ്ലോക്കായിപ്പോൾ. ഒരു 2 ലിറ്റർ 1 ലിറ്റർ ഒക്കെ കയറി കഴിയുമ്പോൾ തന്നെ, അതായത് 2 കുപ്പിയൊക്കെ കയറി കഴിയുമ്പോൾ തന്നെ എൻ്റെ കൈ ബ്ലോക്കാവും. പിന്നെ അത് ബ്ലോക്കൊക്കെ മാറ്റും. അങ്ങനെ ഇടും. കിച്ചു ചേട്ടനൊക്കെ പഠിച്ച് ഞങ്ങളൊക്കെ ഡോക്ടറായി എന്ന് പറയില്ല, അതുപോലെ പഠിച്ചവരൊക്കെ നേഴ്സായി. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇനി കുത്തിയും കൂടെ നോക്കൂ, അത് ഇരിച്ചൊരു കുഴപ്പമില്ല. അതെ എൻ്റെ 2 കൈ ഞാൻ നിങ്ങൾക്ക് തന്നേക്കുന്നു, കുത്തിക്കോ പഠിച്ചോ എന്ന് പറഞ്ഞു. അത് ചെയ്യാനുള്ള ധൈര്യം ഒരിക്കലും രണ്ടുപേർക്കും ഉണ്ടായില്ല. ഞാൻ ഒറ്റയ്ക്ക് കുത്താന്ന് വരെ തീരുമാനിച്ച സമയങ്ങളുണ്ട് ചില സമയത്ത്. അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറണ്ട, അതായത് ഡ്രിപ്പ് ഇടാൻ വേണ്ടി മാറണം. കാരണം അവർ എന്നോട് പറയും നാളെയും കുത്തൂല്ല കേട്ടോ എന്ന് പറയും. കാരണം എനിക്ക് അതിൽ വെയിൻ കിട്ടണില്ല. അപ്പോൾ ഫുള്ളും ഇങ്ങനെ കുത്തായിട്ട് അവർക്ക് വെയിൻ എടുക്കാൻ പറ്റില്ല. ലാസ്റ്റ് എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, സ്ഥിരമായിട്ട് ഒരു സംഭവമുണ്ട്, സ്ഥിരമായിട്ട് നമ്മുടെ കയ്യിൽ ഡ്രിപ്പ് ഇടാനായിട്ടുള്ള സെറ്റപ്പ് ചെയ്ത് വെക്കാമെന്ന് വരെ പറഞ്ഞേ. അപ്പോൾ പിന്നെ എനിക്ക് ടെൻഷനായി. കാരണം വേറെ ഒന്നും ചെയ്യാനില്ല, ഇങ്ങനെ ഡെയിലി കുത്തണല്ലേ. പിന്നെ ഡോക്ടർ തന്നെ പറയാൻ തുടങ്ങി നമുക്ക് ആഴ്ചയിൽ 1 ദിവസം ആക്കാം, അല്ലെങ്കിൽ 2 ദിവസം ആക്കാം. കാരണം ഡെലിവറി ആയി അടുത്ത് വരുവാണ്. അപ്പോൾ അടുത്ത് വന്നു കഴിയുമ്പോൾ ഡോക്ടറിന് വെയിൻ വേണം, 2 വെയിൻ വേണം. അപ്പോൾ അത് ഇങ്ങനെ എപ്പോഴും കുത്തിയാൽ നമുക്ക് കിട്ടൂല. അതുകൊണ്ട് അങ്ങനെയൊക്കെ വരെ പറഞ്ഞു. ലാസ്റ്റ് ഡെലിവറിക്ക് തൊട്ട് മുമ്പ് വരെ എനിക്ക് ഡ്രിപ്പ് ഇടേണ്ട അവസ്ഥയായിരുന്നു. കാരണം UTI ഭയങ്കരമായിട്ട് കൂടി. ഞാൻ വീട്ടിൽ ഡ്രിപ്പ് ഇട്ട് കിടക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു വയ്യായിക വരികയാണ്. പെട്ടെന്ന് ഞാനിങ്ങനെ ഷിവർ ചെയ്തിട്ട് ഞാൻ
നാക്കൊക്കെ പുറത്തേക്ക് വന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ എന്നെ പെട്ടെന്നാണ് ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ വിറച്ചെന്ന് വെച്ചാൽ അത്രയും വിറവലായിരുന്നു. ഈ ആംബുലൻസ് പോണ അതിനേത് സ്പീഡിലാണ് കിച്ചു ചേട്ടൻ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയത്. അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് പിന്നെ ഞാൻ അഡ്മിറ്റായിരുന്നു. 3 ദിവസം അവിടെ അഡ്മിറ്റായിരുന്നു. പിന്നെ UTI ഒക്കെ മാറാൻ വേണ്ടി മരുന്നൊക്കെ ഇട്ട് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഇട്ട് അതിന് ശേഷമാണ് ഡെലിവറിക്ക് വേണ്ടി നമ്മൾ നോക്കിയത്. കാരണം യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ ഡെലിവറി ചെയ്യൂല, കുട്ടിക്ക് ഇൻഫെക്ഷൻ ആവും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകളായിരുന്നു എൻ്റെ പ്രഗ്നൻസി പീരീഡ് മൊത്തം. കുറേ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ കുറേ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഞാൻ അനുഭവിച്ചതും ഇതായിട്ടുള്ളത് എൻ്റെ വീട്ടുകാർക്കും എന്നെ തൊട്ടറിയാവുന്നവർക്കും മാത്രമേ അറിയുള്ളൂ. ഞാൻ എന്തെല്ലാം ബുദ്ധിമുട്ടിലെ കൂടെയാണ് കടന്നു പോയിട്ടുണ്ടായിരുന്നതെന്ന്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളും ഇതുപോലത്തെ അവസ്ഥയിലൊക്കെ കൂടെ കടന്നു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫോ സിസ്റ്ററോ മകളോ മകനില്ലല്ലോ ഒക്കെ ഇതുപോലെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അവരെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വീട്ടുകാരുടെ സപ്പോർട്ടാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യം. എനിക്ക് ഉണ്ടായിരുന്നത് പപ്പയും അമ്മയും കിച്ചു ചേട്ടനാണ്. ചേട്ടൻ്റെ അമ്മ നാട്ടിലുണ്ടായിരുന്നില്ല. എനിക്കൊരു 7 മാസമൊക്കെ ആയപ്പോഴാണ് അമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അമ്മയും ഫോണിൽ കൂടെ ആണെങ്കിൽ എനിക്ക് അമ്മേനോട് പോലും സംസാരിക്കാൻ ഇഷ്ടമല്ലായിരുന്നു. എന്നുവെച്ചാൽ അമ്മേനോട് മാത്രമല്ല, എൻ്റെ ചേച്ചിമാരും പുറത്താണ്. അപ്പോൾ അവരെ പോലും എനിക്ക് വിളിച്ച് സംസാരിക്കാനുള്ള ഇതുണ്ടായില്ല. എനിക്ക് ഫോൺ നോക്കാൻ ഇഷ്ടമുണ്ടായില്ല, ഒരു ഇൻട്രസ്റ്റും ഉണ്ടായില്ല. എനിക്ക് എന്തൊക്കെ ഇൻട്രസ്റ്റുകൾ ഉണ്ടായിരുന്നു അതൊക്കെ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റായി പോയ സമയമായിരുന്നു എൻ്റെ പ്രഗ്നൻസി പീരീഡ്. നിങ്ങളുടെ വൈഫൊക്കെ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾ കാണുകയാണെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കണം, അവരുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം. ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടാണ്. ഈ സമയത്ത് എനിക്ക് അതുണ്ടായിരുന്നു. എന്നെ ഏറ്റവും നന്നായിട്ട് നോക്കിയതും ഒക്കെ കിച്ചു ചേട്ടനാണ്. ഈ മൊത്തം പ്രഗ്നൻസി കഴിഞ്ഞാണെങ്കിലും ഡെലിവറി കഴിഞ്ഞാണെങ്കിലും ഒക്കെ ആണെങ്കിലും എൻ്റെ കൂടെ എപ്പോഴും ഉള്ളത് ചേട്ടനാണ്. അങ്ങനെ എൻ്റെ കംപ്ലീറ്റ് മൂഡ് മാറാൻ തുടങ്ങിയപ്പോഴാണ് ഇവർ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പപ്പയും അമ്മയൊക്കെ കിച്ചു ചേട്ടനൊക്കെ ആണെങ്കിൽ എല്ലാവരും കൂടെ നമുക്ക് എന്നാൽ ഇവരുടെ പരിപാടി നടത്തണ്ടേ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചടങ്ങുണ്ട്. 7-ാം മാസത്തിൽ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നു. 9-ാം മാസത്തിൽ നമ്മുടെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെറുക്കൻ്റെ വീട്ടുകാരെ കാണാൻ വരുന്നു. അങ്ങനെ ഒരു ചടങ്ങുണ്ട് നമുക്ക്. അപ്പം അതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാനിരിക്കണം. എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട്, കാരണം എനിക്ക് ആൾക്കാരെ കാണാനും അവരെ ഫേസ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ഈ എല്ലാവരും ചോദിക്കുമല്ലോ ഛർദിൽ എങ്ങനെയുണ്ട്. ഇപ്പം എനിക്ക് അതിന് പോലും പറയാൻ ഇഷ്ടമല്ല. അങ്ങനെ ആരോടും മിണ്ടാൻ താല്പര്യമില്ല, ആരെയും കാണണ്ട. അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് എന്നെ പതുക്കെ കിച്ചു ചേട്ടൻ ഇങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോയാണ് എൻ്റെ ആ ഒരു മൈൻഡ് ചേഞ്ച് ആക്കി കഴിഞ്ഞിട്ട് എന്നാൽ ഒരു കാര്യം ചെയ്യാം, 9-ാം മാസത്തിൽ വളകാപ്പ് നടത്താം എന്ന് പറഞ്ഞു. വളകാപ്പ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പതുക്കെ ഓക്കെ ഇഷ്ടമുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ആൾക്കാരെ കാണാനുള്ള ബുദ്ധിമുട്ടൊക്കെ മാറി വന്നപ്പോഴായിരുന്നു കേട്ടോ ഞാൻ ഇവർ തന്നെ ഇതിനെപ്പറ്റി സംസാരിച്ചു. പിന്നെ 7-ാം മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യായിരുന്നു, അതുകൊണ്ടായിരുന്നു. അപ്പോൾ 7-ാം മാസത്തിലാണ് വളകാപ്പ് നടത്തുന്നത്. എനിക്ക് 7-ാം മാസത്തിൽ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നുകൊണ്ട് നടത്താൻ പറ്റിയില്ല. 9-ാം മാസത്തിൽ നമ്മൾ നടത്താമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് വളകാപ്പ് എനിക്ക് നല്ല ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. എൻ്റെ വളകാപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ, കാരണം അത്രയും ഭംഗിയായിട്ടാണ് എൻ്റെ വളകാപ്പ് നടത്തി. ഈ പുതുവൈപ്പിൽ ആദ്യത്തെ വളകാപ്പ് എൻ്റെ ആയിരുന്നു. പുതുവൈപ്പിൽ സത്യമായിട്ടും എൻ്റെ പരിപാടിയായിരുന്നു ആദ്യമായിട്ട് ഹോളിൽ ഞങ്ങൾ എല്ലാവരും രണ്ട് ഫാമിലിയും കൂടെ ചേർന്ന് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് എൻ്റെ വളകാപ്പ് നടത്തി തന്നത്. എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. ഇതെന്താ പരിപാടി? ഞാനും പറഞ്ഞു എനിക്കും അറിയില്ല, ഞാനും ആദ്യമായിട്ടാണ് കൂടുന്നു. അപ്പം ഞങ്ങളുടെ പരിമിതമായ അറിവുകൾ വെച്ചിട്ട് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് നടത്തി തന്നിട്ടുണ്ട് വളകാപ്പ്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഞാൻ വളകാപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നാളെ വേണമെങ്കിൽ ഞാൻ പ്രസവിക്കാൻ കുഴപ്പമില്ല, കാരണം വളകാപ്പ് കഴിഞ്ഞല്ലോ. അങ്ങനെയായിരുന്നു. അത് എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു, സന്തോഷമായിരുന്നു, ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു സമയം. എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഏറ്റവും ഞാൻ സന്തോഷിച്ചൊരു സമയം അതായിരുന്നു. പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ചെല്ലുമ്പോൾ ആരെങ്കിലുമൊക്കെ കാണുമല്ലോ. അപ്പോൾ ഇങ്ങനെയല്ലേ നമ്മൾ നാട്ടിലൊക്കെ ഉള്ള ആൾക്കാരെ കാണുമ്പോൾ എന്നെ കുറേ പേര് ആ സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണേക്ക് പകരം വിഷമിപ്പിച്ചവരും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം എന്നോട് പറഞ്ഞു ഇത്ര നാൾ എനിക്കൊന്നും കഴിക്കാനൊന്നും പറ്റില്ലായിരുന്നല്ലോ,
അപ്പം അങ്ങനെയൊന്നും ഒരിക്കലും ആരോടും പറയാൻ പാടില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്നോട് പറഞ്ഞ ഇത്ര നാള് കുറേ സാധനങ്ങളൊക്കെ കഴിച്ച് നടന്നതല്ലേ, ഇനി കുറച്ച് കഴിക്കാതിരിക്കും. എങ്ങനെ ആൾക്കാർക്ക് അങ്ങനെ പറയാൻ തോന്നണമെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോഴും അവരുടെ മുഖം വരെ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ഈ പ്രഗ്നൻസി സമയത്ത് നമ്മളോട് പറയുന്ന ഒരു കാര്യങ്ങൾ അവർ ചിന്തിച്ചിട്ടായിരിക്കില്ല ചിലപ്പോൾ പറയണത്, പക്ഷെ അത് നമ്മൾ എത്രത്തോളം വേദനിപ്പിക്കുമെന്ന് ചിന്തിക്കില്ല. എന്നോട് അങ്ങനെ പറഞ്ഞവരുണ്ട്. പിന്നെ കുറേ നാളിങ്ങനെ നടന്നേല്ലേ, അപ്പോൾ കുറച്ച് അനുഭവിക്കുക. അങ്ങനെ നമ്മുടെ മുഖത്ത് നോക്കി അത് പറയണവരും അല്ലാണ്ടും പറയണവർ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറേ ബാഡ് എക്സ്പീരിയൻസും അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ആരെയും കാണുന്നുണ്ടായി എന്നുള്ള തോന്നലൊക്കെ വന്നതെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ഇതൊക്കെ ആദ്യമൊക്കെ നമുക്കിത് കേൾക്കുമ്പോൾ പറ്റില്ല. ഇപ്പോഴാണെങ്കിൽ നമുക്ക് തിരിച്ച് ചിലപ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റാമെന്ന് എനിക്കൊന്നും എനിക്ക് പറയാൻ തിരിച്ചെന്തെങ്കിലും മറുപടി പറയാൻ എനിക്ക് വായ തുറക്കാൻ പറ്റില്ല. ആ സമയത്താണ് ആൾക്കാർ എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ. എനിക്ക് ഇപ്പോഴും അതൊക്കെ ഭയങ്കര, നിങ്ങളുടെ വീട്ടിലോ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പറയുന്നവരെ നിങ്ങളുടെ മക്കൾക്കാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നേന്ന് പോലും ചിന്തിക്കാതെ പറയുന്നത് ഇഷ്ടം പോലെ പേരുണ്ട്. എൻ്റെ ഇതെല്ലാം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നി. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടോ ഇതിനപ്പുറം ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിലോ എല്ലാവർക്കും ഓൾറെഡി യു ആർ എ സൂപ്പർ മോം, യു ആർ ഡൂയിങ് വെരി വെൽ. ഞാൻ എന്നോട് തന്നെ പറഞ്ഞ ഒരു കാര്യമാണിത്. സത്യമായിട്ടും ഞാൻ എന്നോട് തന്നെ പറഞ്ഞ പല സമയം നമ്മൾ ഡൗൺ ആയി പോകുമ്പോഴും ഈ ഒരു വാക്ക് ഞാൻ എപ്പോഴും ഓർക്കും. നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതെ, അതൊക്കെയാണ് ഈ സമയം നമ്മൾ ചെയ്യേണ്ടത്. അല്ല, എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. അല്ലാണ്ട് ഇപ്പോൾ വേറൊന്നും ചെയ്യാൻ ഇല്ല. എനിക്ക് കുറേ പേര് ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു റീല് കണ്ടിട്ട് ഇതുപോലത്തെ അവസ്ഥയാണ് ഞങ്ങൾക്കും എന്നൊക്കെ എനിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എനിക്ക് അറിയേ പോലും ഇല്ല അവരെയൊക്കെ. പക്ഷെ ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരോടും ഞാൻ സംസാരിച്ചിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒരു സൂപ്പർ മോമാണ്. എവറിത്തിങ് വിൽ ബി ഓക്കെ. എൻ്റെ പ്രഗ്നൻസി സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എനിക്കിനി പഴയ പോലെ ആവാൻ പറ്റുമെന്ന്. ഞാൻ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യണത്. ഇപ്പോൾ എൻ്റെ ആ ഒരു മൈൻഡ് സെറ്റ് മാറി. അപ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞതിൻ്റെ കറക്റ്റ് ഇവൻ ജനിക്കണേക്ക് 2 ദിവസം മുമ്പ് സ്വിച്ച് ഇട്ട പോലെ എൻ്റെ ഛർദിൽ നിന്നു. എനിക്കവനെ പേടിച്ചിട്ടാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ പേടിയൊന്ന് ചിലപ്പോൾ മാറിയിരിക്കും. അല്ലെങ്കിൽ പേടിച്ചിട്ടാണെന്നാണ് എൻ്റെ 2 ദിവസം മുമ്പ് മാറി. അപ്പം അതൊക്കെ ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു ഈ സമയത്ത് നല്ല എപ്പോഴും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹോപ്പ് യു ഓൾ ലൈക്ഡ് ഇറ്റ്. താങ്ക് യു. അപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ അറിയണം എന്നാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ത്രൂ മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് നോക്കാം. എന്തെങ്കിലുമൊക്കെ കുറേ പേര് എനിക്ക് ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ചേച്ചിമാരോ അനിയത്തിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ എൻ്റെ പരിമിതമായ അറിവ് വെച്ച് എനിക്ക് എന്താ സംഭവിച്ചതെന്നും എങ്ങനെയാണെന്നും സപ്പോർട്ട് എങ്ങനെയാണെന്നൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റും ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹോപ്പ് യു ആൾ ലൈക്ഡ് ഇറ്റ്. ബൈ.